Hello, dear friends, a warm welcome to Teach English. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ചാപ്റ്ററിന്റെ സമ്മറി നൽകുന്നു. ഇംഗ്ലീഷിൽ സമ്മറി വേണ്ടവർക്കായി അതിന്റെ ടെക്സ്റ്റ് നൽകിയിട്ടുണ്ട്. ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് ഗാന്ധിജിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരമായ ദ നേഷൻസ് വോയ്സ്, അതേപോലെ മഹാദേവ് ദേശായിയുടെ ഗാന്ധിയുടെ ഇംഗ്ലണ്ട് യാത്രയുടെ വിവരണം എന്നിവകളിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഡ്രീംസ് റിയലൈസ്ഡ്. ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ പാഠത്തിന്റെ സമ്മറി പറയാം. തന്റെ ഇംഗ്ലണ്ട് സന്ദർശന വേളയിൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഫ്രഞ്ച് വിദ്യാർത്ഥികൾ ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ആത്മീയ അംബാസഡർ എന്ന് വിശേഷിപ്പിച്ചാണ് ഗാന്ധിയെ സ്വാഗതം ചെയ്തത്. 1890 ഫ്രാൻസ് സന്ദർശനം അനുസ്മരിക്കുകയും അവരുടെ സ്വാഗതത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഗാന്ധി അവരെ ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡന്റ്സ് എന്നാണ് അഭിസംബോധന ചെയ്തത്. ഗാന്ധി അഹിംസയ്ക്ക് ഊന്നൽ നൽകി. അത് പേശി ബലത്തേക്കാൾ ഹൃദയത്തിന്റെ ശക്തിയാണെന്ന് വിശദീകരിച്ചു. എതിരാളികളുടെ പ്രഹരങ്ങൾക്ക് പ്രതികാരം ചെയ്യാതെ സഹിക്കുന്നതിലാണ് യഥാർത്ഥ ധീരതയെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. വിദ്യാഭ്യാസത്തെ അഹിംസയുമായി ബന്ധിപ്പിച്ച ഗാന്ധി യഥാർത്ഥ വിദ്യാഭ്യാസം സ്വഭാവം വികസിപ്പിക്കുമെന്നും ലോകത്തിന്റെ ഇന്റലക്ച്വൽ സിമ്പതി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് അനിവാര്യമാണെന്നും പ്രസ്താവിച്ചു. ജനങ്ങളുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി അവരോട് സഹാനുഭൂതി കാണിക്കലാണ് ഇന്റലക്ച്വൽ സിമ്പതി എന്ന് പറയുന്നത്. ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിന്റെ മറ്റു ഭാഗത്തുനിന്നും ഗാന്ധിജിയെ സ്വാഗതം ചെയ്തും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ പിന്തുണച്ചും കത്തുകൾ ലഭിച്ചു. യന്ത്രസാമഗ്രികളെക്കുറിച്ചുള്ള ഗാന്ധിയുടെ വീക്ഷണങ്ങളിൽ ജിജ്ഞാസ തോന്നിയ പ്രശസ്ത ഹാസ്യ നടൻ ചാർലി ചാപ്ലിൻ ഉൾപ്പെടെയുള്ള പഴയ സുഹൃത്തുക്കളെയും പുതിയ പരിചയക്കാരെയും അദ്ദേഹം കണ്ടുമുട്ടി. സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള തന്റെ നിലപാടും ഇന്ത്യൻ കർഷകർക്ക് തൊഴിലവസരങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഗാന്ധി വിശദീകരിച്ചു. ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഗാന്ധിജി തിരുത്തി. സ്വാതന്ത്ര്യസമരത്തിൽ അവരുടെ നിർണായക പങ്ക് എടുത്തുകാണിച്ചുകൊണ്ട് ഗാന്ധി വിവിധ വനിതാ സംഘടനകളെ അഭിസംബോധന ചെയ്തു. സമരജാഥകളിൽ പങ്കെടുക്കുന്നതിലും നിയമങ്ങൾ ലംഘിക്കുന്നതിലും പ്രയാസങ്ങൾ സഹിക്കുന്നതിലുമുള്ള അവരുടെ ധീരതയും അദ്ദേഹം വിവരിച്ചു. താൻ ഇംഗ്ലണ്ടിൽ വന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കാനല്ലെന്നും ഒരു ബ്രിട്ടീഷുകാരനും ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയായി തുടരാൻ ആഗ്രഹിക്കാതിരിക്കുന്നതുവരെ പോരാട്ടം തുടരാനാണെന്നും ഗാന്ധി വ്യക്തമാക്കി. വട്ടമേശ സമ്മേളനത്തിൽ ചൂഷണമുക്തമായ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അചഞ്ചലമായ അഹിംസയിലൂടെയും നിസ്സഹകരണത്തിലൂടെയും ഗാന്ധി മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം പരിശ്രമിച്ചു. അവരുടെ കൂട്ടായ പ്രയത്നം ഇന്ത്യയ്ക്ക് നിയമാനുസൃതമായ സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. ഡ്രീം റിയലൈസ്ഡ് എന്ന പാഠത്തിന്റെ സമ്മറി ഇവിടെ അവസാനിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് എ ലോട്ട്. ബൈ.